എല്ലാവർക്കും നമസ്കാരം. കേരള ഫിനാൻഷ്യൽ കോഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോഡുമായി ബന്ധപ്പെട്ട് 3 പുസ്തകങ്ങളാണ് നമുക്ക് റെഫർ ചെയ്യാനുള്ളത്. കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1, കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 2, കേരള ബജറ്റ് മാനുവൽ. ഈ 3 പുസ്തകങ്ങളും പരീക്ഷാ ഹാളിലേക്ക് നമുക്ക് കൊണ്ടുപോകാവുന്നവയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ 2024 ജനുവരിയിലെ വിജ്ഞാനപ്രകാരം നടന്ന കേരള ഫിനാൻഷ്യൽ കോഡ് ലോവറിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ചോദ്യങ്ങൾ നോക്കാം. ഹൗ ദ ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി ഓഫ് ദ എക്സിക്യൂട്ടീവ് ടു ദ ലെജിസ്ലേറ്റീവ് ഈസ് സെക്യൂർഡ് ത്രൂ. നിയമനിർമ്മാണ സഭയോടുള്ള എക്സിക്യൂട്ടീവിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്തം എങ്ങനെയാണ് സുരക്ഷിതമാക്കുന്നത്? ആൻസർ: റിപ്പോർട്ട്സ് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് റിപ്പോർട്ട്. കൺട്രോളറുടെയും ഓഡിറ്റർ ജനറലിൻ്റെയും റിപ്പോർട്ടുകൾ. അണ്ടർ ആർട്ടിക്കിൾ 206(1) ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡാഷ് ഹാവ് ദ പവർ ടു മേക്ക് എ ഗ്രാൻഡ് ഫോർ മീറ്റിംഗ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഡിമാൻഡ് അപ്പോൺ ദ റിസോഴ്സസ് ഓഫ് ദ സ്റ്റേറ്റ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 206(1) പ്രകാരം ഡാഷ് സംസ്ഥാനത്തിൻ്റെ വിഭവങ്ങളിൽ അപ്രതീക്ഷിതമായ ആവശ്യം നിറവേറ്റുന്നതിന് ഗ്രാൻഡ് നൽകാൻ അധികാരമുണ്ട്. ആൻസർ: ലെജിസ്ലേച്ചർ, നിയമസഭ. ദ പീരീഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് റെക്കോർഡ്സ് കണക്റ്റഡ് വിത്ത് ക്യാഷ് ബുക്ക് ആൻഡ് ക്ലാസിഫൈഡ് ലെഡ്ജർ, സ്റ്റോക്ക് രജിസ്റ്റർ ഓഫ് ഫർണിച്ചർ എക്സെട്ര ആൻഡ് ട്രഷറി റെമിറ്റൻസ് ബുക്സ്. ക്യാഷ് ബുക്ക്, ക്ലാസിഫൈഡ് ലെഡ്ജർ, ഫർണിച്ചർ എന്നിവയുടെ സ്റ്റോക്ക് രജിസ്റ്റർ, ട്രഷറി റെമിറ്റൻസ് ബുക്കുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് രേഖകളുടെ നാശത്തിൻ്റെ കാലയളവ്. ആൻസർ: ദേ ഷുഡ് ഓൺ നോ അക്കൗണ്ട് ബി ഡിസ്ട്രോയിഡ്. അവ ഒരു കാരണവശാലും നശിപ്പിക്കപ്പെടരുത്. അപ്പോൾ ഈ ക്യാഷ് ബുക്കും ക്ലാസിഫൈഡ് ലെഡ്ജറും ഫർണിച്ചറും എല്ലാം തന്നെ ഒരിക്കലും നശിപ്പിക്കപ്പെടാൻ പാടില്ല. Acknowledgement of permanent advance, stock of books, furniture, etc. are to be sent to the accountant general on the. സ്ഥിരമായ അഡ്വാൻസ്, പുസ്തകങ്ങളുടെ സ്റ്റോക്ക്, ഫർണിച്ചറുകൾ മുതലായവയുടെ അംഗീകാരം അക്കൗണ്ടന്റ് ജനറലിന് അയക്കേണ്ടത്. ആൻസർ: 15th of April, ഏപ്രിൽ 15. Which legislature committee to satisfy itself that the monies shown in the accounts as having been disbursed were legally available for the applicable to the services of purpose to which they have been applied or charged to. വിതരണം ചെയ്തതായി അക്കൗണ്ടുകളിൽ കാണിച്ചിരിക്കുന്ന പണം ബാധകമായ അവ അപേക്ഷിച്ചതോ ഈടാക്കിയതോ ആയ സേവനങ്ങൾക്ക് നിയമപരമായി ലഭ്യമാണെന്ന് സ്വയം തൃപ്തിപ്പെടുത്താൻ ഏത് നിയമസഭാ സമിതിയാണ്? ആൻസർ: പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ഫോളോയിങ് ഓഫീസേഴ്സ് എക്സെപ്റ്റ് ദ വൺ ആർ ഓതറൈസ്ഡ് ടു ഇൻകർ സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചർ. ഐഡൻറ്റിഫൈ ദ വൺ ഹൂ ഈസ് നോട്ട് ഓതറൈസ്ഡ്. ഒരാളൊഴികെ താഴെ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് രഹസ്യ സേവന ചെലവ് വഹിക്കാൻ അധികാരമുണ്ട്. അംഗീകാരമില്ലാത്ത ഒരാളെ തിരിച്ചറിയുക. ആൻസർ: കമ്മീഷണർ ഓഫ് ലാൻഡ് റവന്യൂ. ബാക്കിയുള്ള കമ്മീഷൻ ഓഫ് എക്സൈസ്, ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്, ഡയറക്ടർ ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നിവർക്കെല്ലാം ഓതറൈസ്ഡ് ടു ഇൻക്വയർ സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചറിന് അധികാരമുള്ളവയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അലവൻസസ് ഹാവ് ബീൻ ഡിക്ലെയർഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ടു ബി എക്സെംപ്റ്റഡ് ഫ്രം അറ്റാച്ച്മെൻറ്റ് ബൈ ഓർഡർ ഓഫ് കോർട്ട്. താഴെ പറയുന്നവയിൽ ഏതെല്ലാം അലവൻസുകളാണ് കോടതി ഉത്തരവിലൂടെ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് ഒഴിവാക്കുന്നതായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്? ആൻസർ: ഓൾ ഓഫ് ദ എബോവ്. ഓൾ കൈൻഡ്സ് ഓഫ് ദ ട്രാവലിംഗ് അലവൻസ്, ഓൾ കൈൻഡ്സ് ഓഫ് കൺവേയൻസ്, ഓൾ ഹൗസ് റെൻറ്റ് അലവൻസ് ഇവയെല്ലാം തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് അറ്റാച്ച്മെൻറ്റ് ബൈ ഓർഡർ ഓഫ് കോർട്ടിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവയാണ്. If damage to immovable government property caused due to calamity, the fact may be intimated to.
ദുരന്തം മൂലം സർക്കാർ സ്ഥാവര സ്വത്തുക്കൾക്ക് നാശനഷ്ടമുണ്ടായാൽ വസ്തുത അറിയിക്കേണ്ടത്. ആൻസർ ഓൾ ഓഫ് ദ എബോവ്. അക്കൗണ്ടന്റ് ജനറൽ, ഇമ്മീഡിയറ്റ് സുപ്പീരിയർ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഹൂ വിൽ റിപ്പോർട്ട് ടു ഗവൺമെൻറ് എന്നിവരെയെല്ലാം എന്തെങ്കിലും ഒരു കലാമിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കാവുന്നവയാണ്. When does an application for refund of revenue to be sanctioned on ex gratia to be rejected? എക്സ് ഗ്രേഷ്യയിൽ റവന്യൂ റീഫണ്ടിനുള്ള അപേക്ഷ എപ്പോഴാണ് നിരസിക്കപ്പെടുക? ആൻസർ ഇഫ് ഇറ്റ് ഈസ് റിസീവഡ് ആഫ്റ്റർ 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് ക്രെഡിറ്റ് ഓഫ് റവന്യൂ ടു ഗവൺമെൻറ് അക്കൗണ്ട്. സർക്കാർ അക്കൗണ്ടിലേക്ക് റവന്യൂ ക്രെഡിറ്റ് ചെയ്ത തീയതി മുതൽ 1 വർഷത്തിന് ശേഷമാണ് ഇത് ലഭിക്കുന്നതെങ്കിൽ. Control over appropriation is one of the special responsibility of the finance department. Identify the item which is not part of control over appropriation. ധനകാര്യ വകുപ്പിൻ്റെ പ്രത്യേക ചുമതലകളിൽ ഒന്നാണ് വിനിയോഗ നിയന്ത്രണം. വിനിയോഗത്തിൻ്റെ ഭാഗമല്ലാത്ത ഇനം തിരിച്ചറിയുക. ആൻസർ ടേക്കിംഗ് ആക്ഷൻ wherever necessary based on the warning slips issued by the accountant general. അക്കൗണ്ടന്റ് ജനറൽ നൽകുന്ന മുന്നറിയിപ്പ് സ്ലിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമുള്ളിടത്തെല്ലാം നടപടിയെടുക്കുക. ഹൗ മച്ച് പെർസെൻറ്റേജ് ടു ബി ആഡഡ് ടു ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ഗവൺമെൻറ് പബ്ലിക്കേഷൻസ് ഇൻ ഓർഡർ ടു കവർ ദ കമ്മീഷൻ ഓൺ സെയിൽ, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. വിൽപ്പന, സംഭരണം, വിതരണം എന്നിവയുടെ കമ്മീഷനായി സർക്കാർ പ്രസിദ്ധീകരണങ്ങളുടെ വിലയിൽ എത്ര ശതമാനം ചേർക്കണം? ആൻസർ 50%, 50%. Who draws the advance amount required for the expenses in connection with the removal of encroachment in cases in which the parties fail to remove the encroachment of their own accords? കക്ഷികൾ സ്വന്തം കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യുന്നതിൽ പരാജയപ്പെടുന്ന സന്ദർഭങ്ങളിൽ കയ്യേറ്റം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചെലവുകൾക്ക് ആവശ്യമായ മുൻകൂർ തുക ആരാണ് എടുക്കുന്നത്? ആൻസർ തഹസിൽദാർ. വാട്ട് ആർ ദ കൺട്രോൾ ഓവർ ദ എക്സ്പെൻഡിച്ചർ മെഷേഴ്സ് എക്സസൈസ്ഡ് ബൈ ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്? ധനവകുപ്പ് നടത്തുന്ന ചെലവ് നടപടികളുടെ നിയന്ത്രണം ഏതെല്ലാമാണ്? ആൻസർ ബോത്ത് ബി ആൻഡ് സി. By taking action wherever necessary based on warning slips issued by the accountant and also through the system of appropriation, control and letter of credit in selected departments. ഇവ രണ്ടിലൂടെയും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻഡിച്ചർ കൺട്രോൾ ചെയ്യുന്നു. വാട്ട് ടൈപ്പ് ഓഫ് പ്രൊവിഷൻ ഷുഡ് ബി പ്രൊപ്പോസ്ഡ് ഫോർ മീറ്റിംഗ് എക്സ്പെൻഡിച്ചർ ദാറ്റ് മേ ബി നെസസറി ടു സാറ്റിസ്ഫൈ കോർട്ട് ഡിക്രീസ്? കോടതി ഉത്തരവുകൾ പരിപാലിക്കുന്നതിന് ആവശ്യമായേക്കാവുന്ന ചെലവുകൾക്കായി ഏത് തരത്തിലുള്ള വ്യവസ്ഥയാണ് നിർദ്ദേശിക്കേണ്ടത്? ആൻസർ ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ, ചാർജ് ചെയ്ത ചെലവ്. ഹൂ ഡ്രോസ് ദ ബിൽസ് ഫോർ അഡ്വാൻസ് ഫോർ റീപ്ലേസിംഗ് മിസ്സിംഗ് ബൗണ്ടറി മാർക്സ്? നഷ്ടമായ അതിർത്തി അടയാളങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള മുൻകൂർ ബില്ലുകൾ ആരാണ് എടുക്കുന്നത്? ആൻസർ ഡയറക്ടർ ഓഫ് സർവേ. വിച്ച് മാർക്സ് ദ കൺക്ലൂഷൻ ഓഫ് ദ തേർഡ് സ്റ്റേജ് ഓഫ് ദ ബജറ്ററി സൈക്കിൾ? ബജറ്റ് സൈക്കിളിൻ്റെ 3-ാം ഘട്ടത്തിൻ്റെ സമാപനം ഏത്? ആൻസർ എക്സിക്യൂഷൻ ഓഫ് ദ ബജറ്റ്, ബജറ്റിൻ്റെ നിർവഹണം. ഹൂ ഈസ് ദ ഓഫീസർ ഓതറൈസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ അക്കൗണ്ടന്റ് ജനറൽ കോപ്പീസ് ഓഫ് ഓർഡേഴ്സ് സാങ്ഷനിങ് എക്സ്പെൻഡിച്ചർ? ചെലവ് അനുവദിക്കുന്ന ഉത്തരവുകളുടെ പകർപ്പുകൾ അക്കൗണ്ടന്റ് ജനറലിനെ അറിയിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്? ആൻസർ ദ അതോറിറ്റി വിച്ച് അക്കോർഡ്സ് സാങ്ഷൻ, അനുമതി നൽകുന്ന അതോറിറ്റി. ഇൻ വാട്ട് ടൈപ്പ് ഓഫ് ക്ലാസസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ദ ഫങ്ഷൻ ഈസ് മിയർലി ദാറ്റ് ഓഫ് എ ബാങ്കർ? ഏത് തരത്തിലുള്ള നിക്ഷേപങ്ങളുടെ പ്രവർത്തനമാണ് ഒരു ബാങ്കറുടെ പ്രവർത്തനം? ആൻസർ ഡെപ്പോസിറ്റ്സ് ഓഫ് ലോക്കൽ ഫണ്ട്സ്, പ്രാദേശിക ഫണ്ടുകളുടെ നിക്ഷേപങ്ങൾ. ദ ടേം വേക്കൻസി റെമിഷൻ ഡീൽസ് വിത്ത്? വേക്കൻസി റെമിഷൻ എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ലോക്കൽ ബോഡി ടാക്സ്. ഹൂ ഈസ് കോമ്പിറ്റന്റ് ടു സാങ്ഷൻ ഡിമറേജ് ചാർജസ്?
ഡിമുറേജ് ചാർജുകൾ അനുവദിക്കാൻ ആർക്കാണ് യോഗ്യതയുള്ളത്? ആൻസർ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, വകുപ്പ് മേധാവി. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 22. ദ പവർ ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ടു മേക്ക് എ ഗ്രാൻഡ് ഫോർ മീറ്റിംഗ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഡിമാൻഡ് അപ്പോൺ ദ റിസോഴ്സസ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് നോൺ ആസ്. സംസ്ഥാനത്തിൻ്റെ വിഭവങ്ങളിൽ ഒരു അപ്രതീക്ഷിത ആവശ്യം നിറവേറ്റുന്നതിനായി ഒരു ഗ്രാൻഡ് നൽകാൻ സംസ്ഥാന നിയമസഭയുടെ അധികാരം അറിയപ്പെടുന്നത്? ആൻസർ വോട്ട് ഓഫ് ക്രെഡിറ്റ്. Following are the various kinds of deposits coming under personal deposits except one item. Identify it. ഒരു ഇനം ഒഴികെ വ്യക്തിഗത നിക്ഷേപങ്ങൾക്ക് കീഴിൽ വരുന്ന വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങൾ താഴെ നൽകുന്നു. അത് തിരിച്ചറിയുക. ആൻസർ കോപ്പിംഗ് ഓഫ് ഫീസ്, ഫീസ് പകർത്തൽ. ഡാഷ് മീൻസ് ദ അസൈൻമെൻറ്റ് ഓഫ് ഫണ്ട്സ് ബൈ ദ ലെജിസ്ലേച്ചർ ടു മീറ്റ് ദ സ്പെസിഫൈഡ് എക്സ്പെൻഡിച്ചർ. ഡാഷ് എന്നാൽ നിർദ്ദിഷ്ട ചെലവുകൾ നിറവേറ്റുന്നതിനായി നിയമസഭയുടെ ഫണ്ട് അസൈൻമെൻറ്റ് എന്നാണ് അർത്ഥമാക്കുന്നത്. ആൻസർ അപ്രോപ്രിയേഷൻ, വിനിയോഗം. എ ഡെപ്പോസിറ്റ് ക്രെഡിറ്റഡ് ടു ഗവൺമെൻറ് ആസ് ലാപ്സഡ് ഷുഡ് ബി റീപെയ്ഡ് ഓൺലി വിത്ത് ദ പ്രീവിയസ് സാങ്ഷൻ ഓഫ് ദ. കാലഹരണപ്പെട്ടതായി ഗവൺമെൻറ്റിലേക്ക് ക്രെഡിറ്റ് ചെയ്ത ഒരു നിക്ഷേപം താഴെ പറയുന്നവരുടെ മുൻകൂർ അനുമതിയോടെ മാത്രമേ തിരിച്ചടയ്ക്കാവൂ. ആൻസർ അക്കൗണ്ടൻറ്റ് ജനറൽ. ഇൻ എ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ ഈസ് എക്സസൈസ്ഡ് ബൈ. പാർലമെൻ്ററി സമ്പ്രദായ ഗവൺമെൻറ്റിൽ ചെലവുകളുടെ നിയന്ത്രണം നടപ്പിലാക്കുന്നത് ആരാണ്? ആൻസർ ദ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ഓഡിറ്റ്. ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ഓഡിറ്റ്. ക്ലെയിംസ് ബൈ ലോക്കൽ ബോഡീസ് ഷുഡ് ബി പ്രിഫേർഡ് വിത്തിൻ ദ ഡേറ്റ്സ് സ്പെസിഫൈഡ് ഫോർ പേയ്മെൻറ്റ് ഓർ വെൻ നോ ഡേറ്റ്സ് ആർ സ്പെസിഫൈഡ് ബിഫോർ ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ദേ ഫാൾ ഡ്യൂ ഓർ വിത്തിൻ ഡാഷ് മന്ത്സ് ഫ്രം ദ ഡേറ്റ്സ് ഓൺ ദേ ഫാൾ ഡ്യൂ വിച്ച് ഈസ് ഏർലിയർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ക്ലെയിമുകൾ പണമടയ്ക്കുന്നതിന് വ്യക്തമാക്കിയ തീയതിക്കുള്ളിലോ അല്ലെങ്കിൽ കുടിശ്ശിക വരുന്ന സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിന് മുമ്പോ അല്ലെങ്കിൽ അവ അടയ്ക്കേണ്ട തീയതികളിൽ നിന്ന് ഡാഷ് മാസത്തിനുള്ളിൽ ഏതാണോ നേരത്തെ അത് വ്യക്തമാക്കുന്ന തീയതിക്കുള്ളിൽ മുൻഗണന നൽകണം. ആൻസർ 6 months, 6 മാസം. What is the period of limitation in respect of arrear of claims of pay and allowances including leave salary? അവധി ശമ്പളം ഉൾപ്പെടെയുള്ള ശമ്പളത്തിൻ്റെയും അലവൻസുകളുടെയും കുടിശ്ശിക സംബന്ധിച്ച പരിമിതികളുടെ കാലയളവ് എത്രയാണ്? ആൻസർ 5 years, 5 വർഷം. റീഅപ്രോപ്രിയേഷൻ ഷുഡ് ഇൻവോൾവ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ഫ്രം. പുനർവിനിയോഗത്തിൽ ഡാഷ് ഫണ്ട് കൈമാറ്റം ഉൾപ്പെട്ടിരിക്കണം. Answer both A and B. That means one unit of appropriation to another and one detailed head to another. ഇവ രണ്ടും reappropriation should involve transfer of funds ആണ്. The date by which revenue receipt budget should reach the government. റവന്യൂ റസീത് ബജറ്റ് സർക്കാരിൽ എത്തേണ്ട തീയതി. ആൻസർ നോട്ട് ലേറ്റർ ദാൻ November 30. നവംബർ 30 മുമ്പ്. Generally, the copies of sanction or orders relating to grant of advances to non-gazetted officers which need not be forwarded to Accountant General. Identify the cases which are to be forwarded to AG. സാധാരണയായി ഗസറ്റഡ് അല്ലാത്ത ഉദ്യോഗസ്ഥർക്ക് അഡ്വാൻസ് അനുവദിക്കുന്നതിനായി ബന്ധപ്പെട്ട അനുമതിയുടെ പകർപ്പുകൾ അക്കൗണ്ടന്റ് ജനറലിന് കൈമാറേണ്ടതില്ല. AGക്ക് കൈമാറേണ്ട കേസുകൾ തിരിച്ചറിയുക. ആൻസർ ഓൾ ഓഫ് ദ എബോവ്. ദാറ്റ് മീൻസ് ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസസ്, മോട്ടോർ കാർ അഡ്വാൻസസ് ആൻഡ് സ്കൂട്ടർ ഓർ സൈക്കിൾ അഡ്വാൻസസ്. വാട്ട് ഈസ് മീൻ ബൈ ഡിക്രീറ്റൽ ക്ലെയിംസ്? ഡിക്രീറ്റൽ ക്ലെയിമുകൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ എക്സ്പെൻഡിച്ചർ ദാറ്റ് മേ ബി നെസസറി ടു സാറ്റിസ്ഫൈ കോർട്ട് ഡിക്രീസ്. കോടതി ഉത്തരവുകൾ തൃപ്തിപ്പെടുത്താൻ ആവശ്യമായി വന്നേക്കാവുന്ന ചെലവ്. ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ഈച്ച് പർച്ചേസിംഗ് ഓഫീസർ ടു സീ ദാറ്റ്
funds are available for meeting the expenditure in respect of purchase of stores and dash is secured before proceeding to make purchases. സ്റ്റോറുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകൾ നിർവഹിക്കുന്നത് ഫണ്ട് ലഭ്യമാണെന്നും പർച്ചേസുകൾ നടത്തുന്നതുമായി മുമ്പായി ഡാഷ് സുരക്ഷിതമാക്കിയിട്ടുണ്ടെന്നും കാണേണ്ടത് ഓരോ പർച്ചേസിംഗ് ഓഫീസറുടെയും കടമയാണ്. ആൻസർ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, ഭരണാനുമതി. If articles of government shall be sold on credit basis, ഗവൺമെൻറ്റിൻ്റെ ആർട്ടിക്കിളുകൾ ക്രെഡിറ്റ് അടിസ്ഥാനത്തിൽ വിൽക്കണോ? ആൻസർ നോ ക്രെഡിറ്റ് സെയിൽസ്, ക്രെഡിറ്റ് വിൽപ്പന ഇല്ല. The estimates of schemes involving new expenditure or abandonment of existing revenue is, പുതിയ ചെലവുകൾ അല്ലെങ്കിൽ നിലവിലുള്ള വരുമാനം ഉപേക്ഷിക്കൽ ഉൾപ്പെടുന്ന സ്കീമുകളുടെ എസ്റ്റിമേറ്റ്. ആൻസർ പാർട്ട് 2 എസ്റ്റിമേറ്റ്സ്, ഭാഗം 2 എസ്റ്റിമേറ്റുകൾ. വിച്ച് among the following is not a criminal court deposit? താഴെ പറയുന്നവയിൽ ഏതാണ് ക്രിമിനൽ കോടതികളുടെ നിക്ഷേപം അല്ലാത്തത്? ആൻസർ സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഇൻഡസ്റ്റേറ്റ് പ്രോപ്പർട്ടി, ഇൻഡസ്റ്റേറ്റ് പ്രോപ്പർട്ടി വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം. ദ വെസ്റ്റ് റിപ്ലൈസ് ടു ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഷുഡ് ബി സെൻഡ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. പരിശോധനാ റിപ്പോർട്ടിലേക്കുള്ള ആദ്യ മറുപടികൾ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ച തീയതി മുതൽ ഡാഷിനുള്ളിൽ അയക്കണം. ആൻസർ വിത്തിൻ 4 weeks, 4 ആഴ്ചയ്ക്കുള്ളിൽ. The advantage of having estimate prepared on a dash basis is that the accounts could be closed very much earlier than when they are prepared on a demand and liability basis. ഡിമാൻഡ് ആൻഡ് ലിയബിലിറ്റി അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതിനേക്കാൾ വളരെ നേരത്തെ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാൻ കഴിയുമെന്നതാണ് ഡാഷ് അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിൻ്റെ പ്രയോജനം. ആൻസർ ക്യാഷ്, പണം. Arrear claims including those relating to statutory grants will be sanctioned by government when the claim is preferred within dash years subsequent to the year in which the payment was due. പേയ്മെൻറ്റ് കുടിശ്ശികയുള്ള വർഷത്തിനു ശേഷം ഡാഷ് വർഷങ്ങളിൽ ക്ലെയിം മുൻഗണന നൽകുമ്പോൾ നിയമാനുസൃത ഗ്രാൻറ്റുകളുമായി ബന്ധപ്പെട്ടവ ഉൾപ്പെടെയുള്ളതുകൂടി കുടിശ്ശിക ക്ലെയിമുകൾ സർക്കാർ അനുവദിക്കും. ആൻസർ 3 years, 3 വർഷം. ഡാഷ് ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് എ ട്രഷറർ ഓഫ് ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ്സ് ഫോർ ദ സ്റ്റേറ്റ്. സംസ്ഥാനത്തിൻ്റെ ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റുകളുടെ ട്രഷററായി ഡാഷ് നിയമിതനായി. ആൻസർ എക്സാമിനർ ഓഫ് ലോക്കൽ ഫണ്ട് അക്കൗണ്ട്സ്, ലോക്കൽ ഫണ്ട് അക്കൗണ്ടുകളുടെ എക്സാമിനർ. വാട്ട് ഈസ് ദ ബേസിസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആനുവൽ ഇൻഡൻസ്? വാർഷിക ഇൻഡൻറ്റുകൾ തയ്യാറാക്കുന്നതിനുള്ള അടിസ്ഥാനം എന്താണ്? ആൻസർ നൺ ഓഫ് ദീസ്, ഇവയൊന്നുമല്ല. വൺ ഓഫ് ദ ഐറ്റംസ് ലിസ്റ്റഡ് ബിലോ ഈസ് നോട്ട് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ പബ്ലിക് അക്കൗണ്ട്. താഴെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇനങ്ങളിലൊന്ന് പബ്ലിക് അക്കൗണ്ടുകളിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ആൻസർ പബ്ലിക് ഡെബിറ്റ്, പൊതുകടം. അപ്പോൾ ബാക്കിയുള്ള സ്മോൾ സേവിങ്സ്, ക്യാഷ് ബാലൻസ്, ഡെപ്പോസിറ്റ്സ് ആൻഡ് അഡ്വാൻസസ് ഇവയെല്ലാം പബ്ലിക് അക്കൗണ്ടിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ദ എക്സ്പെൻഡിച്ചർ വിച്ച് ഈസ് നോട്ട് കണ്ടംപ്ലേറ്റഡ് ഇൻ ദ ബജറ്റ് ഫോർ ദ ഇയർ ആൻഡ് ഫോർ വിച്ച് എ സപ്ലിമെൻ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ should be presented to the legislature under Article 205 of the Constitution of India is called. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 205 പ്രകാരം ഈ വർഷത്തെ ബജറ്റിൽ ആലോചിക്കാത്തതും അതിനായി ഒരു അനുബന്ധ ചെലവ് കണക്ക് നിയമസഭയിൽ അവതരിപ്പിക്കേണ്ടതുമായ ചെലവിനെ വിളിക്കുന്നത്. ആൻസർ സപ്ലിമെൻ്ററി ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ്സ്, ഗ്രാൻറ്റുകൾക്കായുള്ള സപ്ലിമെൻ്ററി ഡിമാൻഡ്. Who is entrusted with the conduct of audit of secret service expenses? രഹസ്യ സേവന ചെലവുകളുടെ ഓഡിറ്റ് നടത്തുന്നതിന് ആരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ വിൽ നോട്ട് ബി സബ്ജക്ട് ടു സ്ക്രൂട്ടിനൈസ് ബൈ ദ ഓഡിറ്റ് അതോറിറ്റി. ഓഡിറ്റ് അതോറിറ്റിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകില്ല. വാർണിംഗ് ഷിപ്സ് ആർ ഇഷ്യൂഡ് ബൈ ദ.
വാർണിംഗ് ഷിപ്പ് പുറപ്പെടുവിക്കുന്നത്? ആൻസർ അക്കൗണ്ടൻറ്റ് ജനറൽ. ദ പ്രൊവിഷൻ ഫോർ സ്റ്റോഴ്സ് ഷുഡ് ബി വർക്കഡ് ഔട്ട് ബേസ്ഡ് ഓൺ. സ്റ്റോറുകൾക്കായുള്ള വ്യവസ്ഥ താഴെ പറയുന്നവയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കണം. ആൻസർ ഓൾ ഓഫ് ദ എബോവ്. ദാറ്റ് മീൻസ് പാസ്റ്റ് കൺസപ്ഷൻ, ആൻറ്റിസിപ്പേറ്റഡ് വേരിയേഷൻ, സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്നിവയെല്ലാം ആസ്പദമാക്കി സ്റ്റോറുകൾ പ്രവർത്തിക്കണം. രജിസ്ട്രേഷൻ ഓഫ് സെക്യൂരിറ്റി ബോണ്ട് ഇൻ കമ്പൾസറി ഇഫ് ദ സെക്യൂരിറ്റി ഫർണിഷ്ഡ് ഈസ് ഇൻ ദ ഫോം ഓഫ്. സജ്ജീകരിച്ചിരിക്കുന്ന സെക്യൂരിറ്റി ഡാഷ് രൂപത്തിലാണെങ്കിൽ സെക്യൂരിറ്റി ബോണ്ടിൻ്റെ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ആൻസർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, സ്ഥാവര സ്വത്ത്. ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ സീയിങ് ദാറ്റ് നോ വർക്ക് ഈസ് ഡൺ ബൈ ഹിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ അനദർ ഗവൺമെൻറ് വിത്തൗട്ട് ഒബ്റ്റെയിനിങ് എ ഡെഫിനിറ്റ് റൂളിംഗ് ഫ്രം ദ ഗവൺമെൻറ് ആസ് ടു ഇഫ് ചാർജ് ഷുഡ് ബി മെയ്ഡ് ഫോർ ഇറ്റ് ഓർ നോട്ട്. മറ്റൊരു ഗവൺമെൻറ്റിന് വേണ്ടി തൻ്റെ വകുപ്പ് ഒരു ജോലി ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ അതിന് ചാർജ് നൽകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സർക്കാരിൽ നിന്ന് കൃത്യമായ ഒരു റൂളിംഗ് ലഭിക്കാത്തതിന് ആരാണ് ഉത്തരവാദി? ആൻസർ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, വകുപ്പ് മേധാവി. ഡാഷ് ഓഫ് ദ ഗ്രാൻഡ്സ് റിസീവ്ഡ് ബൈ ദ ലിബർട്ടി ഫ്രം ഗവൺമെൻറ് ഈച്ച് ഇയർ ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ പർച്ചേസ് ഓഫ് ന്യൂ ബുക്സ് ഫോർ ദ ലൈബ്രറി. ഓരോ വർഷവും സർക്കാരിൽ നിന്ന് ലൈബ്രറിക്ക് ലഭിക്കുന്ന ഗ്രാൻഡിൻ്റെ ഡാഷ് ലൈബ്രറിക്ക് പുതിയ പുസ്തകങ്ങൾ വാങ്ങുന്നതിന് വിനിയോഗിക്കണം. ആൻസർ 75%, 75%. ഓൺ റെസിപ്റ്റ് ഓഫ് ഇൻറ്റിമേഷൻ ഓഫ് ഡെത്ത് ഓഫ് എ സിവിൽ പെൻഷനർ ദ ഡിസ്പേഴ്സിംഗ് ഓഫീസർ ഷുഡ് റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി ടു. ഒരു സിവിൽ പെൻഷനറുടെ മരണവിവരം ലഭിച്ചാൽ വിതരണം ചെയ്യുന്ന ഓഫീസർ ഉടൻ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ആൻസർ അക്കൗണ്ടൻറ്റ് ജനറൽ. ഐഡൻറ്റിഫൈ ദ ഐറ്റം വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ലോക്കൽ ഫണ്ട്. ലോക്കൽ ഫണ്ടിൽ ഉൾപ്പെടാത്ത ഇനം തിരിച്ചറിയുക. ആൻസർ സിങ്കിങ് ഫണ്ട്. എവരി ഓർഡർ സാങ്ഷനിങ് എ ഗ്രാൻഡ് ഓഫ് ലാൻഡ് ഓർ alienation of land revenue other than an assignment of land which is treated as cash payment should be communicated to. ക്യാഷ് പേയ്മെൻറ്റിനായി കണക്കാക്കുന്ന ഭൂമിയുടെ അസൈൻമെൻറ്റ് ഒഴികെ ഭൂമി അനുവദിക്കുന്നതിനോ ഭൂമിയുടെ വരുമാനം അന്യവൽക്കരിക്കുന്നതിനോ അനുവദിക്കുന്ന എല്ലാ ഉത്തരവുകളും അറിയിക്കേണ്ടത്. ആൻസർ അക്കൗണ്ടൻറ്റ് ജനറൽ. The authorities empowered to enter into contract on behalf of governor are specified in the. ഗവർണറെ പ്രതിനിധീകരിച്ച് കരാറിൽ ഏർപ്പെടാൻ അധികാരമുള്ള അധികാരികൾ ഡാഷിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ആൻസർ ബുക്ക് ഓഫ് ഫിനാൻഷ്യൽ പവേഴ്സ്, സാമ്പത്തിക അധികാരങ്ങളുടെ പുസ്തകം. All contracts should be in the form of written agreements expressed to be made by the dash and signed by the competent authority. എല്ലാ കരാറുകളും ഡാഷിൽ നിന്ന് ഉണ്ടാക്കിയ രേഖാമൂലമുള്ള കരാറുകളുടെ രൂപത്തിൽ ആയിരിക്കണം. ആൻസർ ഗവർണർ. ഹൂ അഡ്മിനിസ്ട്രേറ്റ്സ് ദ കണ്ടിൻജൻസി ഫണ്ട്. ആകസ്മിക ഫണ്ട് നിയന്ത്രിക്കുന്നത് ആരാണ്? ആൻസർ ഗവർണർ. What will be issued by the audit staff during the course of local inspection? പ്രാദേശിക പരിശോധനയുടെ സമയത്ത് ഓഡിറ്റ് സ്റ്റാഫ് എന്താണ് പുറപ്പെടുവിക്കുന്നത്? ആൻസർ മെമ്മോകൾ. ഐഡൻറ്റിഫൈ ദ വൺ വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡ് അണ്ടർ സിവിൽ അഡ്വാൻസസ്. സിവിൽ അഡ്വാൻസുകളിൽ ഉൾപ്പെടാത്തത് ഒന്ന് തിരിച്ചറിയുക. ആൻസർ അഡ്വാൻസസ് ഫോർ ഡിമാർക്കേഷൻ പർപ്പസ്, അതിർത്തി നിർണ്ണയിക്കുന്നതിനുള്ള അഡ്വാൻസ്. അപ്പോൾ ബാക്കി വരുന്ന അഡ്വാൻസ് ഓൺ ട്രാൻസ്ഫർ, മെഡിക്കൽ അഡ്വാൻസ്, മോസ്കിറ്റോ നെറ്റ് അഡ്വാൻസ് ഇവയെല്ലാം സിവിൽ അഡ്വാൻസിൻ്റെ കീഴിൽ വരുന്നവയാണ്. ദ അബാൻമെൻറ്റ് ഓഫ് ക്ലെയിംസ് ഓഫ് റവന്യൂ അറൈസിംഗ് ഫ്രം ടാക്സേഷൻ ലോസ് സർവീസസ് റെൻഡേഡ്
land revenue, etc., without exhausting all avenues of recovery is known as. വരുമാനത്തിൻ്റെ ക്ലെയിമുകൾ, നികുതി നിയമങ്ങൾ, നൽകുന്ന സേവനങ്ങൾ, ഭൂവരുമാനം മുതലായവയിൽ നിന്ന് ഉരുത്തിരിഞ്ഞത് വീണ്ടെടുക്കുന്നതിനുള്ള എല്ലാ വഴികളും തീർപ്പാകാതെ ഉപേക്ഷിക്കുന്നത് അറിയപ്പെടുന്നത്. ആൻസർ: റെമിഷൻ ഓഫ് റവന്യൂ, റവന്യൂ റെമിഷൻ. Who is the authority competent to sanction joint application of employees serving in different departments? വിവിധ വകുപ്പുകളിൽ സേവനമനുഷ്ഠിക്കുന്ന ജീവനക്കാരുടെ സംയുക്ത അപേക്ഷ അനുവദിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? ആൻസർ: ഗവൺമെൻറ് ഇൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ധനകാര്യ വകുപ്പിലെ സർക്കാർ. ഹൗ മച്ച് amount is payable annually to ചെങ്ങമാട് ദേവസ്വം by the government in accordance with the terms of the undampedes entered into by the government and the said ദേവസ്വം? സർക്കാരും പ്രസ്തുത ദേവസ്വവും ഏർപ്പെടുത്തിയിട്ടുള്ള ഉടമ്പടികളുടെ വ്യവസ്ഥകൾക്കനുസൃതമായി സർക്കാർ ചേങ്ങമന്നാട് ദേവസ്വത്തിന് പ്രതിവർഷം എത്ര തുകയാണ് അടയ്ക്കേണ്ടത്? ആൻസർ: ₹982.45, 982 രൂപ 45 പൈസ. If a government execute works for another government or local body or private party, dash is recovered. ഒരു ഗവൺമെൻറ് മറ്റൊരു ഗവൺമെൻറ് അല്ലെങ്കിൽ ലോക്കൽ ബോഡി അല്ലെങ്കിൽ സ്വകാര്യ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഡാഷ് വീണ്ടെടുക്കപ്പെടും. ആൻസർ: സെൻറ്റേജ് ചാർജ്. On receipt of a book of forms in connection with railway warrant, dash is responsible for examining it and satisfying himself that it is perfect in all respects. റെയിൽവേ വാറൻറ്റുമായി ബന്ധപ്പെട്ട് ഫോമുകളുടെ ഒരു പുസ്തകം ലഭിക്കുമ്പോൾ അത് പരിശോധിക്കുന്നതിനും അത് എല്ലാ അർത്ഥത്തിലും തികഞ്ഞതാണെന്ന് സ്വയം തൃപ്തിപ്പെടുത്തുന്നതിനും ഡാഷ് ഉത്തരവാദിയാണ്. ആൻസർ: സബ് ഇൻസ്പെക്ടർ ഓർ ഓഫീസർ ഇൻ ചാർജ്. ഗ്രാൻഡ് ഇൻ എയ്ഡ് ടു സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ഈസ് സാങ്ഷൻ ബൈ. സംസ്ഥാന സഹകരണ യൂണിയന് സഹായധനം അനുവദിക്കുന്നത്? ആൻസർ: രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രാർ. വാട്ട് ഈസ് ദ പീരിയോഡിസിറ്റി ഓഫ് ഇൻസ്പെക്ഷൻ ഓഫ് സ്റ്റോഴ്സ് അതർ ദാൻ പെരിഷബിൾ ആർട്ടിക്കിൾസ് ഇൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്? സർക്കാർ വകുപ്പുകളിലെ നശിക്കുന്ന സാധനങ്ങൾ ഒഴികെയുള്ള സ്റ്റോറുകളുടെ പരിശോധനയുടെ ആനുകാലികത എത്രയാണ്? ആൻസർ: എവരി ഇയർ, എല്ലാ വർഷവും. ഹൂസ് സാങ്ഷൻ ഈസ് റിക്വയർഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓർ പർച്ചേസ് ഓഫ് ബോട്ട്സ്? ബോട്ടുകൾ നിർമ്മിക്കുന്നതിനോ വാങ്ങുന്നതിനോ ആരുടെ അനുമതി ആവശ്യമാണ്? ആൻസർ: ഗവൺമെൻറ്, സർക്കാർ അനുമതി ആവശ്യമാണ്. ഡാഷ് ഈസ് ഇൻറ്റൻഡഡ് ടു ഡിറ്റക്ട് എറേഴ്സ് ആൻഡ് പ്രിവെൻറ്റ് ഫ്രോഡുലൻറ്റ് എൻട്രീസ്. ഡാഷ് പിശകുകൾ കണ്ടെത്തുന്നതിനും വഞ്ചനാപരമായ എൻട്രികൾ തടയുന്നതിനും ഉദ്ദേശിച്ചിട്ടുള്ളവയാണ്. ആൻസർ: ചെക്ക് മെഷർമെൻറ്റ്. ഡാഷ് ഈസ് കൺസൾട്ടേഷൻ വിത്ത് ദ കേരള ഗ്രന്ഥശാല സംഘം വിൽ ഫോർവേഡ് പ്രൊപ്പോസൽസ് ടു ഗവൺമെൻറ് ഫോർ ഗ്രേഡിംഗ് ഓഫ് ലൈബ്രറീസ്. ഡാഷ് കേരള ഗ്രന്ഥശാല സംഘവുമായി കൂടിയാലോചിച്ച് ഗ്രന്ഥശാലകളുടെ ഗ്രേഡിംഗ് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സർക്കാരിന് കൈമാറും. ആൻസർ: ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ. ഗ്രാൻഡ് ഇൻ എയ്ഡ് ടു കോഓപ്പറേറ്റീവ് സൂപ്പർവൈസിംഗ് യൂണിയൻസ്, ദ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് അതർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ സാങ്ഷൻ ബൈ. സഹകരണ സൂപ്പർവൈസിംഗ് യൂണിയനുകൾക്കും സഹകരണ സ്ഥാപനങ്ങൾക്കും മറ്റ് സഹകരണ സംഘങ്ങൾക്കും സഹായധനം അനുവദിക്കുന്നത്? ആൻസർ: രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രാർ. ദ ടെക്നിക് ഈസ് പ്രസൻറ്റിംഗ് ദ ഓപ്പറേഷൻ ഓഫ് ഗവൺമെൻറ് ഇൻ ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ ടേംസ് ഈസ്. സാമ്പത്തികമായും ഭൗതികവുമായ രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ അവതരിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ എന്നത്? ആൻസർ: പെർഫോമൻസ് ബജറ്റിംഗ്, പ്രകടന ബജറ്റിംഗ്. റെക്കോർഡ്സ് കണക്റ്റഡ് വിത്ത് ക്ലെയിംസ് ടു സർവീസ് ആൻഡ് പേഴ്സണൽ മാറ്റേഴ്സ്
affecting government servants who are still in service. ഇപ്പോഴും സേവനത്തിലുള്ള സർക്കാർ ജീവനക്കാരെ ബാധിക്കുന്ന സേവനത്തിനായുള്ള ക്ലെയിമുകളുമായും വ്യക്തിഗത കാര്യങ്ങളുമായും ബന്ധപ്പെട്ട രേഖകൾ. ആൻസർ: നെവർ ബി ഡിസ്ട്രോയിഡ്, ഒരിക്കലും നശിപ്പിക്കരുത്. ഓൾ വേജസ് നോട്ട് ക്ലെയിമഡ് വിത്തിൻ ഡാഷ് മന്ത്സ് ആസ് എ റൂൾ ബി ഫോർഫെയ്റ്റഡ്. ചട്ടം പോലെ ഡാഷ് മാസത്തിനുള്ളിൽ ക്ലെയിം ചെയ്യാത്ത എല്ലാ വേതനവും കണ്ടുകെട്ടും. ആൻസർ: 3 months, 3 മാസം. ഇറ്റ് ഈസ് ഹൂസ് ഫങ്ഷൻ ടു വാച്ച് ക്ലോസ്ലി ദ പ്രോഗ്രസ് ഓഫ് ദ റിയലൈസേഷൻ ഓഫ് റവന്യൂ ആൻഡ് റിവ്യൂ ദ റിക്കവറീസ് അഗെയിൻസ്റ്റ് ദ ഡിമാൻഡ്സ് മെയ്ഡ്. റവന്യൂ സാക്ഷാത്കാരത്തിൻ്റെ പുരോഗതി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ഉന്നയിച്ച ആവശ്യങ്ങൾക്കെതിരെ വീണ്ടെടുക്കലുകൾ അവലോകനം ചെയ്യുകയും ചെയ്യുന്നത് ആരുടെ പ്രവർത്തനമാണ്? ആൻസർ: എവരി ഡിപ്പാർട്ട്മെൻ്റൽ കൺട്രോളിംഗ് ഓഫീസർ, എല്ലാ ഡിപ്പാർട്ട്മെൻ്റൽ കൺട്രോളിംഗ് ഓഫീസർ. The introduction of any new major head or minor head and the abolition or change in the nomenclature of any existing head will require the approval of. ഏതെങ്കിലും പുതിയ പ്രധാന ഹെഡോ മൈനർ ഹെഡോ അവതരിപ്പിക്കുന്നതിനും നിലവിലുള്ള ഏതെങ്കിലും ഹെഡിൻ്റെ നാമകരണം നിർത്തലാക്കുകയോ മാറ്റുകയോ ചെയ്യുന്നതിന് ഡാഷ് അനുമതി ആവശ്യമാണ്. ആൻസർ: C&AG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. Transactions relating to interest on trust items or on account of miscellaneous trusts are held by whom? ട്രസ്റ്റ് ഇനങ്ങളിലോ മറ്റ് ട്രസ്റ്റുകളുടെ അക്കൗണ്ടിലോ ഉള്ള പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ആരുടേതാണ്? ആൻസർ: ട്രഷറർ ഓഫ് ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ്, ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ് ട്രഷറർ. ദ ഫോർസേക്കിംഗ് ഓഫ് റിക്കവറി ഓഫ് ഓവർ പേയ്മെൻറ്റ്സ് and other similar claims without exploring all possible means of recovery are called. റിക്കവറിക്ക് സാധ്യമായ എല്ലാ മാർഗങ്ങളും പര്യവേഷണം ചെയ്യാതെ ഓവർ പേയ്മെൻറ്റുകളും മറ്റ് സമാന ക്ലെയിമുകളും വീണ്ടെടുക്കൽ ഉപേക്ഷിക്കുന്നതിനെ വിളിക്കുന്നത്. ആൻസർ: വെയ്വർ ഓഫ് റവന്യൂ, റവന്യൂ ഒഴിവാക്കൽ. ഹൂ വിൽ represent government and tender evidence before the Public Accounts Committee. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിക്ക് മുമ്പാകെ സർക്കാരിനെയും ടെൻഡർ തെളിവിനെയും പ്രതിനിധീകരിക്കുന്നത് ആരാണ്? ആൻസർ: സെക്രട്ടറി ടു ഗവൺമെൻറ് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഗവൺമെൻറ് സെക്രട്ടറി. ബെറിസ് ഡിഡക്ഷൻസ് ആൻഡ് ടാസ്റ്റിക് അലവൻസസ് ആർ. ബെറിസ് കിഴിവുകളും ടാസ്റ്റിക് അലവൻസുകളും എന്നത്. ആൻസർ: അലവൻസസ് ഗ്രാൻഡഡ് ടു സം റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓൾസോ ടു പേഴ്സൺസ് ഫോർ വേരിയസ് റീസൺസ് സച്ച് ആസ് ഫോർ സർവീസസ് ടു ബി റെൻഡേഡ് ഇൻ ലെയു ഓഫ് റിസംഷൻ ഓഫ് ലാൻഡ്സ് ബൈ ഗവൺമെൻറ്. സർക്കാർ ഭൂമി പുനരാരംഭിക്കുന്നതിന് പകരമായി നൽകേണ്ട സേവനങ്ങൾ പോലുള്ള വിവിധ കാരണങ്ങളാൽ ചില മതസ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും അനുവദിച്ച അലവൻസുകൾ. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 79. വാട്ട് ഈസ് ദ ഇനീഷ്യൽ റെക്കോർഡ് ഓഫ് ലേബർ എംപ്ലോയിഡ് ഈച്ച് ഡേ ഓൺ എ വർക്ക്? ഒരു ജോലിയിൽ ഓരോ ദിവസവും ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രാരംഭ റെക്കോർഡ് എന്താണ്? ആൻസർ: മസ്റ്റർ റോൾ. The certificate of reconciliation should be sent by the Chief Controlling Officer to government in the Finance Department on. അനുരഞ്ജന സർട്ടിഫിക്കറ്റ് ചീഫ് കൺട്രോളിംഗ് ഓഫീസർ ധനകാര്യ വകുപ്പിലെ സർക്കാരിന് അയക്കേണ്ടത്. ആൻസർ: 30th September and 31st March every year. എല്ലാ വർഷവും സെപ്റ്റംബർ 30, മാർച്ച് 31. What are the statement of report in the prescribed form that shall be appended to the demand collection and balance statement for the whole year of the department? ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുഴുവൻ വർഷത്തേക്കുള്ള ഡിമാൻഡ് കളക്ഷനും ബാലൻസ് സ്റ്റേറ്റ്മെൻറ്റിനും അനുബന്ധമായി നൽകേണ്ട
നിർദ്ദിഷ്ട ഫോമിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റിപ്പോർട്ട് എന്തൊക്കെയാണ്? ആൻസർ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ട്. No tenderer has any right to be told the reasons for rejecting his tender and reasons for rejection. തൻ്റെ ടെൻഡർ നിരസിച്ചതിൻ്റെ കാരണങ്ങളും നിരസിക്കാനുള്ള കാരണങ്ങളും അറിയിക്കാൻ ഒരു ടെൻഡർക്കാരനും അവകാശമില്ല. ആൻസർ ഷുഡ് നോട്ട് ബി ഇൻഫോം, അറിയിക്കാൻ പാടില്ല. A document which the government present to the legislature asking for a given sum of money for a particular service or function is called. ഒരു പ്രത്യേക സേവനത്തിനോ പ്രവർത്തനത്തിനോ വേണ്ടി ഒരു നിശ്ചിത തുക ആവശ്യപ്പെട്ട് ഗവൺമെൻറ് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ഒരു രേഖയെ വിളിക്കുന്നത്. ആൻസർ ഡിമാൻഡ്സ് ഫോർ ഗ്രാൻഡ്, ഗ്രാൻഡുകൾക്കായുള്ള ഡിമാൻഡുകൾ. Which estimate of expenditure should be accompanied by a self-explanatory report? ചെലവിൻ്റെ ഏത് എസ്റ്റിമേറ്റാണ് ഒരു സ്വയം വിശദീകരണ റിപ്പോർട്ടിനൊപ്പം നൽകേണ്ടത്? ആൻസർ കമ്മിറ്റഡ് നോൺ പ്ലാൻ, പ്രതിബദ്ധതയുള്ള പദ്ധതിയേതര. ഫ്രം എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് പ്യുവർലി ആൻ എക്സിക്യൂട്ടീവ് ഫങ്ഷൻ? താഴെ പറയുന്നവയിൽ നിന്ന് തികച്ചും ഒരു എക്സിക്യൂട്ടീവ് ഫങ്ഷൻ എന്താണ്? ആൻസർ പ്രിപ്പറേഷൻ ഓഫ് ബജറ്റ്, ബജറ്റ് തയ്യാറാക്കൽ. ഹൂ ഈസ് കോമ്പിറ്റൻറ്റ് ടു ഓർഡർ ദ രജിസ്ട്രേഷൻ ഓഫ് ദ മൽഖാന ഇൻ ദ നെയിം ഓഫ് ദ സീനിയർ മെമ്പർ ഓൺ ദ ഡെത്ത് ഓഫ് ദ പ്രീവിയസ് ഹോൾഡർ? മുൻ ഉടമയുടെ മരണത്തിൽ മുതിർന്ന അംഗത്തിൻ്റെ പേരിൽ മാലികാനയുടെ പുനർ രജിസ്ട്രേഷൻ ഉത്തരവിടാൻ ആർക്കാണ് യോഗ്യതയുള്ളത്? ആൻസർ ഡിസ്ട്രിക്ട് കളക്ടർ, ജില്ലാ കളക്ടർ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്? താഴെ പറയുന്നവയിൽ ഏതാണ് വകുപ്പ് തലവൻ അല്ലാത്തത്? ആൻസർ ഡിസ്ട്രിക്ട് കളക്ടർ. അപ്പോൾ പ്രിൻസിപ്പൽ മെഡിക്കൽ കോളേജസ്, സ്റ്റേറ്റ് എഡിറ്റർ, കേരള ഗസറ്റ്സ്, മെമ്പർ സെക്രട്ടറി, സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, ഇവയെല്ലാം തന്നെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിന് എക്സാമ്പിളാണ്. അഡ്വാൻസ് ഫ്രം ദ പെർമനൻറ്റ് അഡ്വാൻസസ് സച്ച് ആസ് അഡ്വാൻസ് ടു ഡാഷ് ഫോർ റെയിൽവേ ആൻഡ് ബസ് ഫെയർ ഫോർ ജേർണീസ് ഓൺ ഡ്യൂട്ടി ഷുഡ് ബി എൻഡേഡ് അറ്റ് വൺസ് ഇൻ ദ കണ്ടിൻജൻറ്റ് രജിസ്റ്റർ. ഡ്യൂട്ടിയിലുള്ള യാത്രകൾക്കുള്ള റെയിൽവേ ബസ് നിരക്കുകൾക്കുള്ള ഡാഷ് എന്നതിലേക്കുള്ള അഡ്വാൻസുകൾ പോലെയുള്ളവ സ്ഥിരമായ അഡ്വാൻസുകളിൽ നിന്നുള്ള അഡ്വാൻസ് ഒരേ സമയം കണ്ടിൻജൻറ്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. ആൻസർ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. ദ റേറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ചാർജസ് ഷുഡ് ബി അപ്രൂവഡ് ബൈ ദ? പരസ്യ നിരക്കുകളുടെ നിരക്ക് അംഗീകരിക്കേണ്ടത്? ആൻസർ ഡയറക്ടർ ഓഫ് പബ്ലിക് റിലേഷൻസ്. പർച്ചേസ് ഓഫ് പോർട്രേറ്റ്സ് ആൻഡ് ഫോട്ടോസ് ഫോർ പബ്ലിക് ബിൽഡിംഗ്സ് റിക്വയർ ദ സാങ്ഷൻ ഫ്രം? പൊതു കെട്ടിടങ്ങൾക്കായുള്ള പോർട്രേറ്റുകളും ഫോട്ടോകളും വാങ്ങുന്നതിന് ആരുടെ അനുമതി ആവശ്യമാണ്? ആൻസർ ഗവൺമെൻറ്, സർക്കാർ അനുമതി ആവശ്യമാണ്. എ സം ഓഫ് ഡാഷ് ഈസ് പേയബിൾ ആനുവലി ടു ഹെർ ഹൈനസ് ദ സീനിയർ മഹാറാണി ഓഫ് ട്രാവൻകൂർ ഫ്രം ദ ഡേറ്റ് ഓഫ് ടെർമിനേഷൻ ഓഫ് ദ റീജൻസി. റീജൻസി പിരിച്ചുവിട്ട തീയതി മുതൽ തിരുവിതാംകൂറിലെ സീനിയർ മഹാറാണിക്ക് പ്രതിവർഷം നൽകേണ്ട തുക? ആൻസർ റുപ്പീസ് 75,000, 75,000 രൂപ. ഗ്രാൻഡ്സ് ടു റെക്കഗ്നൈസ്ഡ് പ്രൈവറ്റ് ടെക്നിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ സാങ്ഷൻഡ് ബൈ ദ? അംഗീകൃത സ്വകാര്യ സാങ്കേതിക വ്യാവസായിക സ്ഥാപനങ്ങൾക്ക് ഗ്രാൻഡുകൾ അനുവദിക്കുന്നത്? ആൻസർ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ. ദ ഷിഫ്റ്റിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് ടെലിഫോൺസ് കണക്ഷൻ മേ ബി സാങ്ഷൻഡ് ബൈ? നിലവിലുള്ള ടെലിഫോൺ കണക്ഷൻ്റെ മാറ്റത്തിന് അനുമതി നൽകുന്നത്? ആൻസർ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്. വാട്ട് ഈസ് ദ പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് വെൻ പ്രിപ്പയറിംഗ് ബജറ്റ് എസ്റ്റിമേറ്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദ സ്കീംസ് ഇൻവോൾവിംഗ് മോർ ദാൻ വൺ ഹെഡ് ഓഫ് അക്കൗണ്ട്? ഒന്നിലധികം അക്കൗണ്ടുകൾ ഉൾപ്പെടുന്ന സ്കീമുകളെ സംബന്ധിച്ച് ബജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമം എന്താണ്?
Answer. While providing for expenditure under one head of account, details of provision under other head of account should be noted as remarks. ഒരു അക്കൗണ്ടിന് കീഴിലുള്ള ചെലവുകൾക്കായി നൽകുമ്പോൾ മറ്റൊരു അക്കൗണ്ടിന് കീഴിലുള്ള പ്രൊവിഷൻ്റെ വിശദാംശങ്ങൾ പരാമർശങ്ങളായി രേഖപ്പെടുത്തണം. Which one of the following താലൂക്ക് does not have the risk of filariasis? താഴെ പറയുന്നവയിൽ ഏതാണ് ഫൈലേറിയയ്ക്ക് സാധ്യതയില്ലാത്ത താലൂക്ക്? ആൻസർ. തിരുവല്ല. അപ്പോൾ ഇത് KSR പറയുന്നുണ്ട് ഫൈലേറിയാസിലെ റിസ്കിന് സാധ്യതയുള്ള പ്രദേശങ്ങളുടെ വിശദാംശങ്ങൾ. അവ റെഫർ ചെയ്താൽ നമുക്ക് ഉത്തരത്തിലെത്താവുന്നവയാണ്. കരുനാഗപ്പള്ളി, അമ്പലപ്പുഴ, തൃശ്ശൂർ ടൗൺ എന്നിവയെല്ലാം ഫൈലേറിയയ്ക്ക് സാധ്യതയുള്ള താലൂക്കുകളാണ്. In which head under expenditure incurred in connection with the supply of refreshments to the Council of Ministers or conferences held by the Chief Minister are accounted to? മന്ത്രിമാരുടെ കൗൺസിലിലേക്കോ മുഖ്യമന്ത്രി നടത്തിയ സമ്മേളനങ്ങളിലേക്കോ ലഘുഭക്ഷണം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകൾ ഏത് തലത്തിലാണ് കണക്കാക്കുന്നത്? ആൻസർ. മിനിസ്റ്റേഴ്സ് കണ്ടിൻജൻസീസ്. To which department worn out typewriters should be returned before a new machine can be issued? ഒരു പുതിയ മെഷീൻ നൽകുന്നതിന് മുമ്പ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പഴകിയ ടൈപ്പ്റൈറ്ററുകൾ തിരികെ നൽകേണ്ടത്? ആൻസർ. സ്റ്റേഷനറി ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റേഷനറി വകുപ്പ്. Who is authorized to send the annual certificate of verification of the ഫർണിച്ചർ ഇൻ രാജ്ഭവൻ ടു ദ അക്കൗണ്ടൻറ്റ് ജനറൽ? രാജ്ഭവനിലെ ഫർണിച്ചറുകൾ പരിശോധിച്ചതിൻ്റെ വാർഷിക സർട്ടിഫിക്കറ്റ് അക്കൗണ്ടൻറ്റ് ജനറലിനെ അയക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? ആൻസർ. മിലിറ്ററി സെക്രട്ടറി ടു ദ ഗവർണർ, ഗവർണറുടെ സൈനിക സെക്രട്ടറി. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മേ അതർവൈസ് ബി കോൾഡ് ആസ്? മൂലധന ചെലവിനെ ഇങ്ങനെയും വിളിക്കാം. ആൻസർ. ക്യാപിറ്റൽ ഔട്ട്ലേ, മൂലധന വിഹിതം. ഇൻ മാരേജ് അഡ്വാൻസ് മാക്സിമം ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് റിക്കവറി ഓഫ് പ്രിൻസിപ്പൽ അമൗണ്ട് ഈസ്? വിവാഹ അഡ്വാൻസിൽ പ്രധാന തുക വീണ്ടെടുക്കുന്നതിനുള്ള പരമാവധി ഗഡുവാണ്? ആൻസർ. 60. അപ്പോൾ ഇത്രയാണ് കേരള ഫിനാൻഷ്യൽ കോഡുമായി ബന്ധപ്പെട്ട് 2024 ജനുവരി ലോവർ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഇതിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും മുൻകാല വർഷങ്ങളിൽ നിന്ന് ആവർത്തിച്ച് വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇതിലെ പല ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് പുസ്തകം നോക്കി തന്നെ കണ്ടെത്താവുന്നവയാണ്. അപ്പോൾ ധാരാളം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം വർക്കൗട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ കേരള ഫിനാൻഷ്യൽ കോഡുമായി ബന്ധപ്പെട്ട മുൻകാല ചോദ്യങ്ങളുടെ സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. അവ പരമാവധി പ്രയോജനപ്പെടുത്തുക. മറ്റൊരു ക്ലാസ്സിൽ പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.